ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സർ ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 22,000 എന്നുള്ള ഒരു മാർക്ക് മറികടന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് നിഫ്റ്റി കാഴ്ചവെക്കുന്നു. ഒരു Q3 ഏർണിംഗ്സിന് ശേഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു വ്യാപാര ദിനത്തിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത്. അതോടൊപ്പം തന്നെ അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് ഒരു പ്രീ ഇലക്ഷൻ റാലി മാർക്കറ്റ് കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എങ്ങനെയാണ് സാർ മാർക്കറ്റിനെ വിലയിരുത്തുന്നത്? നിഫ്റ്റി 50യുടെ കേസിൽ നിഫ്റ്റി 50 22,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി 50 വീണ്ടും ഒരു ശക്തമായിട്ടൊരു റാലിയിലോട്ട് വഴിമാറി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ടിൽ ദെൻ നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് വിൽ കണ്ടിന്യൂ ടു ബി സൈഡ് വേസ്. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 46,481.1 എന്ന നിലവാരത്തിൽ 0.21% നേരിയൊരു മുന്നേറ്റമാണ് നിഫ്റ്റി ബാങ്ക് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് ഇന്ന് സാറ് വാച്ച് ചെയ്ത പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ സാറിന്റെ ഫോക്കസുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 47,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ലോവസ്റ്റ് റിസ്ക് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വൺ സ്റ്റോക്ക് ഇസ് HDFC ബാങ്ക്. കാര്യം HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് വലിയൊരു കറക്ഷനാണ് കണ്ടത്. And എനിക്ക് തോന്നുന്നത് that correction is coming to an end. പ്രദീപ് സർ, ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സെക്ടറൽ സൂചികകളിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സൂചിക IT തന്നെയാണ്. 0.5% ഒരു ഇടിവ് IT ഇപ്പോൾ കാഴ്ചവെക്കുന്നു എന്ന് വേണം പറയാൻ. IT സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ITയുടെ ഒരു ട്രെൻഡ് നിലവിൽ എങ്ങനെയാണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറിയ കറക്ഷൻ നമ്മൾ കൂടുതൽ വറി ചെയ്യേണ്ട കാര്യമില്ല. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ 38,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ യു വിൽ സി എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഇൻ IT സ്റ്റോക്സ്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മികച്ച ഒരു നേട്ടം നൽകിയ ഒരു സൂചികയായിരുന്നു നിഫ്റ്റി PSU ബാങ്ക് സൂചിക എന്ന് പറയുന്നത്. നിഫ്റ്റി PSU ബാങ്കുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ സാർ വാച്ച് ചെയ്യുന്ന ഓഹരികൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി PSU ബാങ്കിങ് ഇൻഡെക്സ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ് ആയിട്ട് കാണുന്നത്. സോ നമുക്ക് PSU ബാങ്ക് ഇൻഡെക്സിൽ ലോ റിസ്കിൽ കാര്യമായിട്ട് ഒരു ബൈയിങ് ചാൻസ് ഞാൻ കാണുന്നില്ല. In fact, small cap PSU bank stocks like Punjab and Sind Bank, Central Bank, Bank of Maharashtra, മുതലായ സ്റ്റോക്സിലൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത്തരം സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാവുന്ന വൺ സ്റ്റോക്ക് ഇസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് HDFC ബാങ്ക്, ഈ രണ്ട് ബാങ്കിങ് സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാര്യം ഈ രണ്ട് സ്റ്റോക്സിൽ തിരിച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനും സപ്പോർട്ട് നൽകും, നിഫ്റ്റി 50 ഇൻഡെക്സിനും സപ്പോർട്ട് നൽകും. സാർ, ബജാജ് ഓട്ടോയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വ്യാപാരത്തിൽ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം 4,000 കോടി രൂപയുടെ ഒരു ഓഹരികളുടെ ബൈബാക്കിന് കമ്പനി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു റെക്കോർഡ് തീയതിയായിട്ട് ഫെബ്രുവരി 29 നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു അനുമതി ലഭിച്ചതിന് ശേഷം ബജാജ് ഓട്ടോ ഓഹരികൾ ഇന്ന് ലൈഫ് ടൈം ഹൈയിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബജാജ് ഓട്ടോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ബജാജ് ഓട്ടോയുടെ കേസിൽ നമുക്ക് ഈ ഹൈ ലെവൽസിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് ഓൾറെഡി ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മാരുതിയുടെ കേസിൽ നേരിയ തോതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോർ, ബജാജ് ഓട്ടോ മുതലായ സ്റ്റോക്സ് ആയിരുന്നു ഓട്ടോ
ഇൻഡെക്സിന് കഴിഞ്ഞ 2-10 ദിവസങ്ങളായിട്ട് നയിച്ചത്. ഇസ്രായേലിന് ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 1.05% നേട്ടത്തിൽ 678.95 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 9 രേഖപ്പെടുത്തിയ 694 എന്നൊരു നിലവാരമാണ്. ആസ്ട്ര മൈക്രോവേവ് ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ആസ്ട്ര മൈക്രോവേവിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഈ 694 രൂപ തന്നെ ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 725, അതിനെ തുടർന്ന് 760 രൂപയിലും ആയിരിക്കും. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ടാറ്റ പവറിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. REC പവർ ഡെവലപ്മെന്റിൽ നിന്ന് 838 കോടി രൂപയുടെ ഒരു ട്രാൻസ്മിഷൻ ഏറ്റെടുക്കുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇന്റന്റ് ലഭിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ടാറ്റ പവർ 1.5% മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട്. നിലവിൽ 383 രൂപയിലാണ് സ്റ്റോക്ക് വ്യാപാരം പുരോഗമിക്കുന്നത്. ടാറ്റ പവറിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടാറ്റ പവർ അഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ആദ്യത്തെ ഒരു മേജർ ഹേർഡിൽ എന്ന് പറയുന്നത് 385 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 395, അതിനെ തുടർന്ന് 410, അതിനെ തുടർന്ന് 425. ഇതൊക്കെയായിരിക്കും ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് ലെവൽസ്. സർ, ഇപ്പോൾ ടിറ്റഗർ റെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ 7.5% നേട്ടമാണ് ടിറ്റഗർ റെയിലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 170 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ടിറ്റഗർ റെയിലുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ടിറ്റഗർ റെയിലിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടന്നിട്ടുമുണ്ട്. സോ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചിരിക്കുന്ന 900 രൂപയിലാണ്. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സോ അതിനെ തുടർന്ന് നമുക്ക് ഇന്നൊരു ലോ റിസ്ക് ബൈയിങ് അവസരം കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്ഷൻ നടക്കുന്ന സമയത്ത് 960, 975 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. പ്രദീപ് സർ, PB ഫിൻടെക്കിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 5.5% ഒരു മുന്നേറ്റം സ്റ്റോക്ക് നൽകുന്നുണ്ട്. PB ഫിൻടെക്കിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറി ആയിട്ടുള്ള പോളിസി ബസാറിന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ്, അതായത് ഡയറക്ട് ഇൻഷുറൻസ് ബ്രോക്കിൽ നിന്ന് കോമ്പോസിറ്റ് ഇൻഷുറൻസ് ബ്രോക്കറായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ PB ഫിൻടെക്കിന്റെ ട്രെൻഡ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് 941 രൂപയിലാണ്. 941 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 60-65 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരിയെ സംബന്ധിച്ച് പറയും നിലവിൽ 3.95% നേട്ടത്തിൽ 125 രൂപ എന്നൊരു നിലവാരത്തിലാണ് ഓഹരി ഇന്നിപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടക്ക വ്യാപാരത്തിൽ തന്നെ ഏകദേശം 5% മുകളിൽ ഉയരാൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായിട്ടൊരു പ്രോഫിറ്റ്, പ്രത്യേകിച്ച് ഫെബ്രുവരി 6 ശേഷം ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ്, ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിൽ ഈ മറക്കാൻ പാടില്ലാത്ത ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. സ്റ്റോക്കിൽ ഒരു നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നെങ്കിൽ ആദ്യം തന്നെ സ്റ്റോക്ക് ഇന്ന് 126 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 135 രൂപയിലും, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഒരു 10-15 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
യെസ് പ്രദീപ് സർ, ഇന്നിപ്പോൾ ഒരു ബ്ലോക്ക് ഡീലിനെ തുടർന്ന് സുല വൈൻയാർഡ്സിന്റെ സ്റ്റോക്ക് 7% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 574.2 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ടു ടിൽ ഡേറ്റിൽ 16% ഒരു നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നിലവിലെ ഒരു കറക്ഷനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? So long-term trend Sula Vineyard it is bullish only. But ഡിസംബർ മാസത്തിൽ 460 രൂപയിൽ ബോട്ടം ക്രിയേറ്റ് ചെയ്ത സുല വൈൻയാർഡ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 700 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ഇടിവിനെ തുടർന്ന് വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്നു. പുതിയ ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. സർ, അതിനോടൊപ്പം തന്നെ മിൻഡ കോർപ്പറേഷനിലും ഇന്നിപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട്. നിലവിൽ ഓഹരി ഒരു റെക്കോർഡ് നിലവാരമായിട്ടുള്ള 442.15 എന്നൊരു റേഞ്ച് നിലവാരം ടെസ്റ്റ് ചെയ്തതിനു ശേഷം നിലവിൽ 6.95% നേട്ടത്തിൽ 434.5 എന്ന നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിൻഡ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? മിൻഡ കോപ്പിന്റെ കേസിലും കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്കിന്റെ നിലവിലുള്ള ട്രെൻഡ് ബൗത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ACC ഒഴികെയുള്ള എല്ലാ സ്റ്റോക്കുകളിലും ഇന്ന് മികച്ച ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. അതിലിപ്പോൾ അദാനി വിൽമറിലേക്ക് വരുമ്പോൾ 7% വരെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാനി സ്റ്റോക്കുകളിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? സാറിന്റെ ഒരു ടോപ്പ് പിക്കിൽ വരുന്ന സ്റ്റോക്ക് ഏതാണ്? സോ അഡാനി ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഐ എം എക്സ്ട്രീംലി ബുള്ളിഷ്. ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് പല അഡാനി സ്റ്റോക്സിലും ട്രേഡിങ്ങിന് വേണ്ടി ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ട്, ഇൻക്ലൂഡിങ് അഡാനി വിൽമ. സോ അഡാനി സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും അഡാനി എന്റർപ്രൈസസിൽ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 3320 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അഡാനി വിൽമ നാച്ചുറലി ഈസ് ദ പിക്ക് ഓഫ് ദ ഡേ. ആൻഡ് അഡാനി വിൽമറിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നീണ്ടു നിന്ന കറക്ഷൻ അവസാനിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്കാണ് സാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയാൻ കഴിഞ്ഞ ഒരാഴ്ചയിലൊരു മികച്ചൊരു പെർഫോമർ തന്നെയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 20 ലക്ഷം കോടിയുടെ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുന്ന ആദ്യത്തെ കമ്പനി എന്നൊരു പദവി അടക്കം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ നേരിയ ഒരു നേട്ടം 0.25% നേട്ടം രേഖപ്പെടുത്താൻ റിലയൻസ് ഇൻഡസ്ട്രീസിന് സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുന്നോട്ടേക്കുള്ള ഒരു ഭാവി സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അണ്ടർടോൺ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം വെരി മച്ച് ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓൺലി തിങ് ഈസ് ഇത്രയും ഹൈ ലെവൽസിൽ എത്തിയതിനെ തുടർന്ന് നമ്മൾ ഒരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 2800 to 2880, 2800, 2880 വിൽ ബി ദ സപ്പോർട്ട് ഏരിയ. പ്രദീപ് സാർ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ഒമാക്സിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒമാക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 10% ഒരു വലിയ മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുമായി ബന്ധപ്പെട്ട് ലക്നൌവിലെയും അയോധ്യയിലെയും ബസ് ടെർമിനലുകളുടെ വികസനത്തിന് 385 കോടി രൂപയുടെ ഓർഡർ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നേറ്റം കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? Again, this is a small cap stock. ആൻഡ് ഈ ഒരു കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസംബർ മാസത്തിൽ 72 രൂപ 60 പൈസയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ബട്ട് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ചാൻസ് കിട്ടി. ആൻഡ് നമുക്ക് ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് 93 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
സർ, അതിനോടൊപ്പം ലാർസൻ ആൻഡ് ടൂബ്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് നിലവിൽ 0.46% ഇടിവിൽ 3371.1 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 30-ന് ശേഷം ജനുവരി 30-ന് രേഖപ്പെടുത്തിയ 3737.9 എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ഈ ഒരു ഓഹരിയിൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടോ? ഓഹരിയിൽ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? അനില, നമ്മൾ ലാർസൻ ആൻഡ് ടൂബ്രോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം റിസൾട്ട് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ്, വളരെ നല്ലൊരു ഹെൽത്തി കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 3260 രൂപ വരെ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയുണ്ടായി. ആൻഡ് ഇന്നിപ്പോൾ നമ്മൾക്ക് സ്റ്റോക്കിൽ ഒരു വളരെ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇത്തരം സ്റ്റോക്സ് തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, HDFC ബാങ്കിന്റെ കേസിൽ വലിയൊരു കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ലോങ് ടേം പിക്ക്. ബജാജ് ഫൈനാൻസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ വലിയൊരു കനത്ത സെല്ലിംഗ് നമുക്ക് കാണാനിടയുണ്ടായി. ഐ തിങ്ക് ദാറ്റ് ഇസ് എ എക്സലന്റ് ലോങ് ടേം പിക്ക്. സോ ഇത്തരം കറക്ഷൻ നടന്നിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് ടേമിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്സോ ഇതൊക്കെ. എസ് പ്രദീപ് സർ, പേടിഎമ്മിന്റെ സ്റ്റോക്കിലേക്കാണ് വരുന്നത്. ഇന്ന് പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ലൈം ലൈറ്റിൽ തന്നെയായിരുന്നു. പേടിഎമ്മിനെ സംബന്ധിച്ച് നോഡൽ ബാങ്കായിട്ട് ആക്സിസ് ബാങ്കുമായി ടൈഅപ്പ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ടുകളെ അർത്ഥവത്താക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ 5% ഒരു മുന്നേറ്റം പേടിഎം സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുമുണ്ട്. പേടിഎമ്മുമായി ബന്ധപ്പെട്ട RBI ഇടപെടലിനെ തുടർന്ന് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിലവിലുള്ളത്. പേടിഎം ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? ജാസ്മിൻ, പേടിഎമ്മിന്റെ കേസിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. പേടിഎമ്മിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബെയറിഷ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പല ന്യൂസും കേൾക്കും ദാറ്റ് പുതിയ സ്ട്രിക്ചേഴ്സ് ഇമ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കായിട്ട് പുതിയ ടൈഅപ്പ് നടത്തി. ഇതൊന്നും സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡിനെ ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. സ്റ്റോക്കിന് ഒത്തിരി അണ്ടർലൈങ് റിസ്ക് ഉണ്ട്. നമ്മൾ ഈ സ്റ്റോക്ക് തൽക്കാലം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും മാറ്റി നിർത്തുക. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ബോട്ടം വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 2-3 റെസിസ്റ്റൻസ് ലെവൽസ്. ആദ്യത്തെ 420, 440, 460, ഫൈനലി 500 രൂപ. സർ, അതിനോടൊപ്പം തന്നെ നേരത്തെ ഇപ്പോൾ ജാസ്മിൻ സൂചിപ്പിച്ചത് അദാനി സ്റ്റോക്കുകളിൽ ACC സിമന്റ് ഓഹരികൾ ഒഴികെയുള്ള മറ്റുള്ള ഓഹരികളിലെല്ലാം ഒരു പോസിറ്റീവ് മൊമെന്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന്. എന്നാൽ ACCയിൽ ഇപ്പോൾ നിലവിൽ 1.15% ഇടിവിൽ 2689.05 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പുതിയ 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 2746.4 എന്നൊരു നിലവാരം ഫെബ്രുവരി 16-ാം തീയതി രേഖപ്പെടുത്താൻ കമ്പനിക്ക് അല്ലെങ്കിൽ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ACC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. ഇൻഫാക്ട് നമുക്ക് ACCയുടെ ഒരു ചാർട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവംബർ മാസത്തിൽ 1803 രൂപയ്ക്ക് അടുത്തായിരുന്നു ബോട്ടമിങ് ഔട്ട്. ആൻഡ് കണ്ടിന്യൂസ്ലി സ്റ്റോക്ക് മുന്നേറി നമുക്ക് ഓൾമോസ്റ്റ് 900 റുപ്പീസിന്റെ നേട്ടം കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയിരിക്കുന്നത്. സോ ACC നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു ഹോൾഡ് ഇറ്റ്. ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ പുതിയതായിട്ട് കൺസിഡർ ചെയ്യാം. ACCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ACCയുടെ കൂടെ തന്നെ മുന്നേറിയ വേറൊരു സ്റ്റോക്ക് ആയിരുന്നു അംബുജ സിമെന്റ്. അംബുജ സിമെന്റ് ഓൾസോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ആൻഡ് ഈ 2 സ്റ്റോക്സും തൽക്കാലം നമ്മുടെ സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന 2 സ്റ്റോക്സ് ആയത്.
എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഭാരതി എയർടെല്ലിലേക്ക് വരുന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 1.35% ഒരു നേട്ടം ഈ സ്റ്റോക്ക് നൽകുന്നുണ്ട്. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് US ആസ്ഥാനമായിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനി ആയിട്ടുള്ള കാർലയിൽ ഭാരതി എയർടെല്ലിന്റെ ഡാറ്റാ സെന്റർ സബ്സിഡിയറി ആയിട്ടുള്ള എൻഎക്സ്ട്രാ ഡാറ്റയിലെ 25% ഓഹരികൾ 2500 കോടി രൂപ മൂല്യത്തിൽ വിൽക്കാനായിട്ട് ബ്ലാക്ക് സ്റ്റോണുമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ ഇത്തരം വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളെ തുടർന്ന് മാത്രം കാണുന്ന ഒരു നേട്ടമാണ് ഭാരതി എയർടെല്ലിനെ വിലയിരുത്തേണ്ടത്? നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഭാരതി എയർടെല്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ മേജർ ബോട്ടം നമുക്ക് ഡിസംബർ മാസത്തിലായിരുന്നു കാണാൻ ഇടയായത് 960 രൂപയിൽ. അതിനുശേഷം ജനുവരി മാസത്തിൽ ഈ സ്റ്റോക്ക് 1200 രൂപ വരെ എത്തിയതിനു ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വി ആർ സീയിങ് എ ഹെൽത്തി കറക്ഷൻ. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ദാറ്റ് ദി കറക്ഷൻ ഇസ് ഗെറ്റിംഗ് ഓവർ. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് കറന്റ് ലെവൽസിൽ നിന്നും ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 1160, അതിനെ തുടർന്ന് 1180, അതിനെ തുടർന്ന് 1195 രൂപയാണ്. സർ, അടുത്തതായിട്ട് ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ വളരെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 0.04% നേട്ടം മാത്രം രേഖപ്പെടുത്തി 3009.1 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ജൂലൈ 24 രേഖപ്പെടുത്തിയ 3568 എന്നൊരു നിലവാരമാണ്. അതിനുശേഷം വളരെ ശക്തമായിട്ടൊരു കറക്ഷനാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏഷ്യൻ പെയിന്റ്സിൽ ആ ഒരു കറക്ഷൻ അവസാനമായിട്ടുണ്ടോ? ഇനി ഈ ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നേരത്തെ ഭാരതി എയർടെൽ, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ തന്നെ ലോങ് ടേമിന് വേണ്ടി നമുക്ക് വാങ്ങിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ്. എക്സലന്റ് പ്രോഡക്ട്സ്, എക്സലന്റ് മാനേജ്മെന്റ്, എക്സലന്റ് ഫൈനാൻഷ്യൽസ് ആൻഡ് സ്റ്റോക്ക് വളരെ വലിയൊരു കറക്ഷന് കഴിഞ്ഞ 2 മാസത്തിനിടെ നേരിട്ടിരിക്കുന്നത്. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ്സ്. യെസ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റെയിൽവേ മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം റെയിൽവേ ഓഹരികളും മികച്ച നേട്ടം നൽകുന്നുണ്ട്. അതിൽ റെയിൽ വികാസ് നിഗം RVNLനെ സംബന്ധിച്ചിടത്തോളം 7% മുകളിൽ ഒരു നേട്ടം ഇന്നത്തെ മാർക്കറ്റിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. റെയിൽ വികാസിനെ സംബന്ധിച്ചിടത്തോളം 65,000 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഒരു ഓർഡർ ബുക്ക് മൂല്യം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 50% റെയിൽവേ പദ്ധതികളിൽ നിന്നും മാത്രം ലഭിച്ചിട്ടുള്ളതുമാണ്. RVNLന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു നേട്ടം എത്ര മാത്രമാണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? RVNLന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് ഇന്നത്തെ ഒരു റിക്കവറിയെ തുടർന്ന് ഒരുപക്ഷെ ബുള്ളിഷായി വഴിമാറാം. സോ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 320 രൂപയായിരിക്കും. സർ, അടുത്തതായിട്ട് ഗ്രീൻ എനർജി സെഗ്മെന്റിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐനോക്സ് വിൻഡ് എനർജി, ഐനോക്സ് ഗ്രീൻ എനർജി എന്നീ ഓഹരികൾ 5% അടുത്തൊരു നേട്ടമാണ് നൽകി വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു സൂര്യോദയ പദ്ധതിയുടെ പ്രഖ്യാപനത്തെയൊക്കെ തുടർന്ന് വലിയ തോതിൽ മുന്നേറ്റം നടത്തിയ ഓഹരികൾ കൂടിയായിരുന്നു ഐനോക്സ് വിൻഡ് എനർജിയും അതിനോടൊപ്പം ഐനോക്സ് ഗ്രീൻ എനർജിയും. ഈ 2 ഓഹരികൾ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? ഗ്രീൻ എനർജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ വെറും 60 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് നമുക്ക് മോർ ദാൻ 100% നേട്ടമായിരുന്നു കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയത്. ആൻഡ് സ്റ്റോക്ക് അതിന് ശേഷം ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും നല്ലൊരു കറക്ഷൻ നേരിട്ടു. ആൻഡ് സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് 108 രൂപയിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ബിസിനസ്സിലും ഒക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സോ ഐനോക്സിന്റെ കേസിൽ ഇതിന്റെ കൂടെ തന്നെ വേറെ പല ഐനോക്സിന്റെ കമ്പനികളുണ്ട്. അതിൽ വൺ ഓഫ് ദം ഇസ് ഐനോക്സ് വിൻഡ് എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക്. എഗെയിൻ ഇത് ഒരു ഹൈലി പ്രൈസ്ഡ് ഒരു സ്റ്റോക്ക്, കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാറില്ല. ബട്ട് സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 6510 രൂപയ്ക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുമില്ല.
എസ് പ്രദീപ് സർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദാനിയുടെ എല്ലാ ഓഹരികളിലും ഇന്ന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. അദാനി എന്റർപ്രൈസസ് അടക്കം ഇപ്പോൾ 1.5% മുന്നേറ്റത്തോടു കൂടി നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനർ പട്ടികയിലുള്ളതാണ്. അദാനി ഇന്നത്തെ സാറിന്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. അത് ഉണ്ടെങ്കിൽ അത് കൂടാതെ മറ്റേതൊക്കെ സ്റ്റോക്കുകളിലാണ് സാർ ഇന്ന് ഇമ്പോർട്ടൻസ് നൽകുന്നത്? സോ നാച്ചുറലി ഇന്നത്തെ ആദ്യത്തെ ഓപ്പണിംഗ് നിമിഷങ്ങളിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും പേഴ്സണലി എനിക്ക് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ ഇന്ന് തുടക്കത്തിൽ ഒരു കറക്ഷൻ നേരിട്ടിരുന്നു, പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ഇറ്റ് ഈസ് ഗെയിനിങ് 1%. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 66 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഗെയിൻ പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ഏർലി മോർണിംഗ് ട്രേഡിൽ ഓൾമോസ്റ്റ് ഒരു 3-3.5% ഗെയിൻ നൽകിയതിനു ശേഷം ഇപ്പോൾ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. സോ പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് അഡ്വൈസ് ചെയ്യുന്നില്ല. ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്സിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജി ലിസ്റ്റ് ചെയ്തതിനു ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്കായിരുന്നു. സ്റ്റോക്ക് ഇസ് ഐ തിങ്ക് ബോട്ടമിങ് ഔട്ട്. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ലോങ് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഇത്. അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കുറഞ്ഞ റിസ്കിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോക്ക് അഡാനി ടോട്ടൽ ഗ്യാസ്. അഡാനി ടോട്ടൽ ഗ്യാസ് കഴിഞ്ഞ 3 മാസമായിട്ട് ഇറ്റ് ഹാസ് ബീൻ കൺസോൾഡേറ്റിംഗ് 1150 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്.